10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം സെക്കൻഡിൽ വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു 6 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കഥാപാത്ര നിരൂപണം. വരാൻ ഏറ്റവും സാധ്യതയുള്ള കഥാപാത്ര നിരൂപണം ഏതൊക്കെയാണെന്ന് നോക്കാം. കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നാം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. കഥാപാത്ര നിരൂപണം നോക്കൂ. നിങ്ങൾ ഇത് വെറുതെ ഒരു പ്രഡിക്ഷൻ പറയാല്ല കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വെറുതെ ഇങ്ങനെയൊന്ന് വരാം എന്ന് പ്രവചിക്കുകയല്ല. സാധ്യതയുള്ളത് ഇന്നതിന്ന കഥാപാത്രങ്ങൾക്കാണ്. അതിന് സാധ്യതയ്ക്കൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ഈ കഥാപാത്രം വരുമെന്ന് പറയുന്നതല്ല. കാരണം ഇതെന്താണ്, പ്രഡിക്ഷൻ അല്ല, കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ. അതായത് കണക്ക് കൂട്ടിയുള്ള പ്രവചനമാണ്. അല്ല വെറുതെ വരുമെന്നുള്ളതല്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് വരും എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മനസ്സിലായ മക്കൾക്ക്? നോക്കൂ നിങ്ങൾ, 2025 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത് ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തെ വിലയിരുത്തുക എന്നുള്ളതാണ്. കഥാപാത്ര നിരൂപണം. 2024 ഫൈനൽ എക്സാമിന് വന്നത് ചാക്കുണ്ണി എന്ന കഥാപാത്രമാണ്. 2024 മോഡൽ പരീക്ഷയ്ക്ക് എന്ത് വന്നിട്ടില്ല? കഥാപാത്ര നിരൂപണം വന്നിട്ടില്ല. ഇനി 2023 മാർക്കോസ് എന്ന കഥാപാത്രം, മോഡലിന് വന്നിരിക്കുന്നത് ചാക്കുണ്ണി എന്ന കഥാപാത്രം. 2022 ചാക്കുണ്ണി എന്ന കഥാപാത്രം, ചെമ്പുമത്തായി എന്ന കഥാപാത്രം. 2021 കോരൻ എന്ന കഥാപാത്രം. അതിൽ തന്നെ മോഡൽ എക്സാമിന് വന്നത് ചിരുത എന്ന കഥാപാത്രമാണ്. ഇതിൽ നിങ്ങൾ ഒന്ന് നോക്കൂ. നിങ്ങൾ ചാക്കുണ്ണി വന്നിട്ടുണ്ട് 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. മാർക്കോസ് ആകെ വന്നിരിക്കുന്ന 1 ചെമ്പുമത്തായി 2 മോഡലിന് വന്നിട്ടുണ്ട്. എന്നാൽ എന്ത് വന്നിട്ടില്ല? ഫൈനൽ എക്സാമിന് വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്കിതിൽ ഏതായിരിക്കും സാധ്യത? 2024 വന്നിരിക്കുന്നത് ചാക്കുണ്ണി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാൻ നോക്കൂ. 3 പതിറ്റാണ്ടായി നൂറ്റ് കണ്ണുകൾ കുഴിഞ്ഞു പോയ ആളാണ്. പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാൻ മൂപ്പരെ, എൻ്റെ കണക്കൊക്കെ തെറ്റിയുള്ള മത്തായി മൂപ്പരെ ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം. സൂചനകളും കഥയിലെ മറ്റ് സന്ദർഭങ്ങളും എത്തി ചാക്കുണ്ണി എന്ന കഥാപാത്രത്തെ നിരൂപണം. 2024 SSLC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇനി 2023 മാർക്കോസ് ഉറക്കം വന്നില്ല. ആ പ്രവൃത്തി ഒരു മുൻകൈയെടുക്കലായിപ്പോയി, യുദ്ധത്തിന് കാരണമായിപ്പോയി. അങ്ങനെ മുകളിൽ നിന്ന് കീഴ്പോട്ടുണരുന്ന താഴ്ന്നു വരുന്ന ഊർന്ന് ഇറങ്ങുന്ന മാർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായും അയൽക്കാരായി പാർത്തു. സൂചനകളും കഥയിലെ മറ്റു സന്ദർഭങ്ങളും വിലയിരുത്തി മാർക്കോസ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. പിന്നെ സ്വർണ്ണം അല്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണിയെടുപ്പില്ല. ഈ റേഡിയോ പാട്ടൊക്കെ എനിക്ക് തൃപ്പെടുത്തല്ലേ. മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകളോ. സൂചനകളും കഥയിലെ മറ്റു സന്ദർഭങ്ങളും വിലയിരുത്തി ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തെ വിലയിരുത്തുക. ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണം വയ്ക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്നൊരു ഭാഗം തന്നെ ആരോ പിടിച്ചു മാറ്റുന്ന പോലെ അയാൾക്ക് തോന്നി. എൻ്റെ കണക്കൊക്കെ തെറ്റിയല്ലോ മൂപ്പരെ. നോക്കൂ, സൂചനകളും പാഠഭാഗവും പരിഗണിച്ച് ചാക്കുണ്ണി എന്ന ആവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ചാക്കുണ്ണി. ഇനി നോക്കൂ, ഇതൊക്കെ കുട്ടികളെ പോലെ നോക്കണം സാധനങ്ങളാണ്. റേഡിയോയുടെ പിന്നിൽ നോക്കുക, അറിയാം ഒരു കുട്ടിയുടെ പടം. ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴും അയാൾ അജ്ഞാതമായൊരു പാട്ടിന് വേണ്ടി കാതോർത്തു. അല്ല, ചാക്കുണ്ണി എന്ന കഥാപാത്രം തന്നെയാണ് ചോദിച്ചത്. പിന്നെയോ ഈ റേഡിയോ ചെമ്പുമത്തായി എന്ന കഥാപാത്രം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അല്ല, ആവർത്തിച്ചു വന്ന് കോരനും ചിരുതയുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സാധ്യതയുള്ള ഇതൊക്കെ വന്നതാണ്. വരാത്തൊരു ചോദ്യത്തിന് നമുക്ക് സാധ്യതയുള്ളതായിരിക്കും. ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്ന കഥയിലെ അമ്മയ്ക്ക് ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ കഥയിൽ ഒരു ഭാഗത്ത് പോലും പ്രത്യക്ഷപ്പെടുന്നില്ല. എന്നാൽ ആ കഥയിലെ ഉടനീളമുള്ള കഥാപാത്രം അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അച്ഛൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം അതിന് കഥാപാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ അച്ഛൻ എന്ന കഥാപാത്രത്തിനും അമ്മ എന്ന ഓരോ വിളിയും കാത്തിലെ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. രണ്ടാമത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മത്തായി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർക്കുക. കാരണം അത് രണ്ടും ആവർത്തിച്ച് വരാത്തതാണ്. മനസ്സിലായോ? കഥാപാത്രങ്ങൾ അങ്ങനെയാണ് സാധ്യതയുള്ളത്. പിന്നെ നിങ്ങൾ ചാക്കുണ്ണിക്ക് പ്രാധാന്യം കൊടുക്കുക. മൂന്നാമത്തെ പ്രാധാന്യം ചാക്കുണ്ണിക്ക് കൊടുക്കുക. അതുപോലെ
ചെമ്പ് മത്തായിക്ക് പ്രാധാന്യം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മത്തായും മാർക്കോസും തമ്മിലുള്ള ഒരു താരതമ്യത്തിനുള്ള സാധ്യതയും കാണുക. ഇങ്ങനെ വേണം കഥാപാത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ, വിലയിരുത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഓരോ വിളിയും കാത്തിലെ അച്ഛന് നിങ്ങൾ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുക, രണ്ടാമത് അമ്മയ്ക്ക് കൊടുക്കുക, മൂന്നാമത് ചാക്കുണ്ണിക്ക് കൊടുക്കുക, നാലാമത് നിങ്ങൾ ചെമ്പുമത്തായിക്ക് കൊടുക്കുക, അഞ്ചാമത് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്കോസിനും മത്തായിക്കുമുള്ള ഒരു സാധ്യത കൊടുക്കുക. ഇത്രയും കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. വരാൻ സാധ്യതയുള്ളത് ഇതാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾക്ക് വരാൻ സാധ്യതയായി കാണുന്നത് ഏതാണ്, ഓരോ വിളിയും കാത്തിലെ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രമായിരിക്കും. അതിന് ആദ്യത്തെ പ്രാധാന്യം കൊടുക്കുക. പിന്നീട് നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ മുറയ്ക്ക് നിങ്ങൾ ചെമ്പുമത്തായി ചാക്കുണ്ണിക്കാണ് അതിലേറ്റവും സാധ്യതയുള്ളത്. കാരണം ചാക്കുണ്ണിക്കാണ് കുറേ കൂടെ കഥാപാത്രം മികവുള്ള കഥാപാത്രമാണ്. അതുപോലെ മാർക്കോസും മത്തായും സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വേണം കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക. അതിലപ്പം നമ്മൾ ഓരോ വിളിയും കാത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ ചാക്കുണ്ണിക്കാണ് അടുത്ത പ്രാധാന്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെമ്പുമത്തായിക്കാണ്, പിന്നെ മത്തായും മാർക്കോസും തമ്മിലുള്ള ഒരു താരതമ്യത്തിനാണ്. ഇത്രയുമാണ് കഥാപാത്രങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ഇനി കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്, എഴുത്തുകാരനെയും ആ എഴുത്തിൽ ആ കഥാപാത്രത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു സൂചന കൊടുക്കണം. ആ കഥയിൽ ആ കഥാപാത്രത്തിൻ്റെ സ്ഥാനം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമ്മൾ എഴുതണം. കഥാപാത്രങ്ങൾക്ക് മറ്റു കഥാപാത്രങ്ങളുമായുള്ള ബന്ധം നമ്മൾക്ക് എഴുതണം. കഥാപാത്രത്തിന് മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ബന്ധം. അപ്പം കഥയും കഥാകാരനെക്കുറിച്ചും അതിൽ കഥാപാത്രത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ചുമുള്ള ഒരു സൂചന ഇൻട്രോ കൊടുക്കുക. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വ മികവ്, കഥയിൽ ഇപ്പം 30 കൊല്ലം നൂറ്റ് കണ്ണ് കുഴിഞ്ഞു പോയ കഥാപാത്രം റേഡിയോ പാട്ട് കേട്ടുകൊണ്ട് തന്നെ തൻ്റെ തയ്യൽ ജോലികൾ ചെയ്തുകൊണ്ട്, റേഡിയോ കേട്ടുകൊണ്ട് തയ്യൽ ജോലി ചെയ്യുന്ന കഥാപാത്രം, ഇങ്ങനെ അതിൻ്റെ ഒരു വ്യക്തമായ വ്യക്തിത്വം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രത്തിന് മറ്റു കഥാപാത്രങ്ങളുമായുള്ള ബന്ധം. ഇപ്പോൾ ചാക്കുണ്ണിയാണെങ്കിൽ ചെമ്പുമത്തായിൻ്റെ അടുത്ത് ആ റേഡിയോ പണയം വെക്കേണ്ടി വന്നത് എന്തുകൊണ്ട് മാത്രമാണ്, തൻ്റെ കുടുംബത്തോടുള്ള ആഴമേറിയ സ്നേഹം കൊണ്ടാണ്. തൻ്റെ മകന് സുഖമില്ലാതെ ആയപ്പോൾ അയാൾക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ചെമ്പുമത്തായിൽ നിന്നും തീർത്തും വ്യത്യസ്ത മനോഭാവമാണ് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചാക്കുണ്ണിയുടെ മനോഭാവം. തല്ലി വളർത്തേണ്ടതല്ല, സ്നേഹിച്ച് വളർത്തേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന കഥാപാത്രമാണ് അല്ലേ. അതിനുശേഷം ചാക്കുണ്ണിക്ക് അവിടെയുള്ള നാട്ടുകാരുടെ സമീപനം, തയ്യലിന് കൂലി കൊടുക്കാത്തവർ പലപ്പോഴും ചാക്കുണ്ണിയുടെ റേഡിയോ തുറന്നു വെച്ച് ആ വഴിക്ക് ധൈര്യപൂർവ്വം നടന്നു പോയിരുന്നു തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. അങ്ങനെ കഥാപാത്രത്തിന് പരിസരവുമായി മറ്റു കഥാപാത്രങ്ങളുമായി ബന്ധം എഴുതുക. അതിനുശേഷം ഈ കൺക്ലൂഷൻ എന്നതുപോലെ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ് ഈ കഥാപാത്രം. ഈ കഥാപാത്രത്തിൻ്റെ സാധ്യതയും സ്വാധീനവും ഈ കഥയെ എങ്ങനെ മുന്നോട്ട് നയിക്കുന്നു എന്നത് കൺക്ലൂഷൻ എഴുതുക. ഇതാണ് കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓർത്ത് വെക്കുക. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോ വിളിയും കാത്തിലെ അച്ഛൻ എന്ന കഥാപാത്രം, മേ ബി അമ്മ, അത് കഴിഞ്ഞാൽ ചാക്കുണ്ണിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞാൽ ചെമ്പുമത്തായിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ, മാർക്കോസും മത്തായും തമ്മിലുള്ള ഒരു താരതമ്യത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ഇനി ഇതൊന്നുമല്ലാതെ മറ്റൊരു കഥാപാത്രത്തിൻ്റെ ഒരു സൂചന കൂടി എൻ്റെ മക്കൾക്ക് ഞാൻ പറയാം. കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന കഥാപാത്രം ഒരു മനുഷ്യേതര കഥാപാത്രമായിട്ട് പോലും ആ കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന ആ ഉപന്യാസത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം മാവ് തന്നെയാണ്. മാവിന് അമ്മയുമായുള്ള ആത്മബന്ധം വെച്ചുകൊണ്ട് മാവിൻ്റെ ഒരു കഥാപാത്രവും നമുക്ക് സാധ്യതയുള്ളതാണ്. നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നത് ഞാൻ പറഞ്ഞ മറ്റു കഥാപാത്രങ്ങളാണ്. സാധ്യതയുള്ളത് ഏതിനാണ്, ഈ കഥാപാത്രത്തിനാണ്. അതുകൂടി എൻ്റെ മക്കളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കഥാപാത്രം ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട്, കഥാപാത്രം വന്നാൽ എങ്ങനെ എഴുതണം എന്നൊക്കെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം മക്കളെ. അതുവരയ്ക്കും ബായ്.